ഞാൻ ഈ 2 വർഷം ഞാൻ 17-18 മണിക്കൂർ ജോലി ചെയ്യും ഇതിന് വേണ്ടിയിട്ട്. ഇതിന് ഏകദേശം ഒരു 12 ലക്ഷം രൂപ ചെലവ് വരും. പണ്ട് നമ്മളൊരു ചെങ്ങായി നടന്നു പോയില്ല, അതേമാതിരി അവിടെ പേപ്പർ ഇല്ല. എന്താ ഞായറാഴ്ച ആയിട്ട് രണ്ടാമത് തുറന്ന് ചെയ്യാണ്ടിരിക്കണേ. അതിന്റെ അണ്ണാക്കില് വെള്ളം ഒഴിച്ചാ നിക്കാണ്. വെള്ളം ഒഴിക്കാനേ അണ്ണാക്കില് വെള്ളം ഒഴിക്കാനുള്ള പരിപാടിയാ. ഒരു മിനിറ്റ് ആണ്ടോ കാണിട്ടാ സ്നേഹിത ഒന്ന് നിക്ക് ഒന്ന് ആണ്ട് സൈഡ് അയക്ക. എവിടുക്കാടോ നിങ്ങളെ യാത്ര? ഇന്ത്യ ടു ഓസ്ട്രേലിയ ഭയങ്കര പരിപാടിയുള്ളത്. ബോച്ചന്റെ ഒക്കെ ഫോട്ടോ ഉണ്ടല്ലോ. എന്താ പേര്? റഹ്മാനാണ്. താങ്ക് യു ബ്രോ, താങ്ക് യു. ഇത് നിങ്ങളെ കൂടെ ഉള്ളതന്നെ? നിങ്ങൾ എടുക്കാണ് ഇതെന്താ ഇതുമ്മ പെട്ടിയും കുട്ടിയൊന്നും ഇല്ലാത്ത? ഈ വണ്ടിയായിട്ടാണ്. ഈ വണ്ടി എങ്ങനെയാണ് 3 ആൾ പോയ പോലീസ് പിടിച്ചൂല നിങ്ങളെ? ഞങ്ങളെ വീഡിയോ എടുക്കുന്നുണ്ട്. ഇനി മൈക്ക് വെച്ച് സംസാരിക്കാം. നമ്മളെ ഈ രാജി വെച്ച് സംസാരിക്കാന്നൊക്കെ പറയില്ല, അതേമാതിരി ഇനി മൈക്ക് വെച്ച് സംസാരിക്കും. മൈക്കൊന്ന് വെച്ചാ എന്തിനാ 10 ഏക്കർ അല്ലേ ആണ്ടെന്ന് അമ്മക്ക് എവിടെയും പറ്റൂടെ. പിന്നെ എവിടുക്കാണ് യാത്ര? ഞാൻ അതിന്റെ വിവരങ്ങൾ പറയും. സ്റ്റേജിൽ വന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരും. ഞങ്ങളെ യാത്ര ഒരു 1.5 വർഷത്തെ യാത്രയാണ്. 1.5 വർഷത്തേക്കാ? 13 രാജ്യങ്ങൾ, ഇന്ത്യ ടു ഓസ്ട്രേലിയ. അതിൽ ആദ്യത്തെ ഒരു വർഷം നമ്മൾ ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാനാണ്. പിന്നത്തെ 6 മാസമാണ് 10 രാജ്യം. അതിപ്പോ നിലവിൽ ഇപ്പൊ മ്യാൻമാറിന്റെ ബോർഡർ ക്ലോസ് ആയി കിടക്കുന്നത്. ഞങ്ങൾ ഇവിടെ തിരൂർ കുർക്കോള്, കൽപ്പഞ്ചേരി, ചെറിയമുണ്ട, അതിന്റെ അടിയിലുള്ള കുർക്കോൾ എന്ന സ്ഥലത്ത്. നിങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ ഒരു ഇതായിട്ട് പോണ വിവരം നമ്മളറിയില്ല. അല്ലെ അതും എത്ര ആളാണ് പോണേ? ഇത് ഞങ്ങൾ 2 ആളാണ്. ഈ അലാക്കിന്റെ പെട്ടി വെച്ചിട്ട് എങ്ങനെ ഈ സാധനം ക്യാമറ ഇട്ട് വന്നാ ഒരു മിനിറ്റ് എങ്ങനെ ഇത് ഞങ്ങൾ അയച്ചു വെക്കും. ഇപ്പൊ 2 മാസം ഞങ്ങൾ 2 ആളുടെ ഈ വാഹനത്തിൽ തന്നെയാണ് പോണത്. അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞാൽ ഓന്റെ ബൈക്ക് എടുത്തുകൊണ്ട് ആ പെട്ടി പ്രശ്നമില്ല. ഈ 2 പദം അയച്ചാല് ഇവിടെ ഉണ്ടാക്കിയിരിക്കാം. ഒന്ന് ഇരുന്ന് നോക്കട്ടെ. ജസ്റ്റ് കയറി കാണിച്ചു കൊടുക്കും. ആ വെള്ളം കുപ്പി ഇവിടെ ചോട്ട അത് പിടിച്ചു. ഇവിടെ ഇല്ലാന്ന് സങ്കല്പിക്ക്. അത്രേ ഉള്ളൂ. അതിനാണ് എനിക്ക് ഇവിടെ ചവിട്ടിന് ബാക്കിൽ ആള് വരുമ്പോ കാല് ബാലൻസ് ചെയ്തിരിക്കാൻ തന്നെ. അത് സെറ്റപ്പ് ആട്ടാ. പിന്നെ നമ്മൾ ലോങ് യാത്രക്ക് ഒരേ പൊസിഷനിൽ കാല് വെക്കുമ്പോ നമുക്കൊരു മടുപ്പുണ്ടാവും. അപ്പൊ ഒന്ന് മാറ്റി ചവിട്ടണമെങ്കിലൊക്കെ. ഞാൻ മുന്നേ കാശ്മീർ പോയതാ. നോക്കട്ടെ. അല്ല ഇതായിട്ട് കാശ്മീരിൽ ഞാൻ സൗദിയിലാണ് ജോലി ചെയ്യണത്. കഴിഞ്ഞ പ്രാവശ്യം 3 മാസത്തെ ലീവിന് വന്നപ്പോ 1 മാസം കാശ്മീർ പോയിട്ട്. പ്രാവശ്യം ഇപ്പൊ യാത്രക്കായിട്ട് 1.5 വർഷത്തെ യാത്ര കാരണം ഇതിങ്ങനെ പറയല്ലേ. കാരണം എന്താ പറയാ, ഞാൻ 6 മാസം ഇവിടെ നിൽക്കണം, 6 മാസം ഗൾഫിലേക്ക്. ഇപ്രാവശ്യം നമ്മള് ഒരു 1.5 വർഷത്തെ യാത്രയാണ്. അപ്പൊ നമ്മള് ലീവ് അടിച്ചാണ്ട് വരല് നടക്കും. അല്ല അപ്പൊ ഇതിന് അത്യാവശ്യം എക്സ്പെൻസ് വരിക പറഞ്ഞാല് ഞാൻ ഈ 2 വർഷം ഞാൻ 17-18 മണിക്കൂർ ജോലി ചെയ്യും ഇതിന് വേണ്ടിട്ട്. രാവിലെ 4 മണിക്ക് എണീക്കും. പാക്കിങ്ങിന്റെ ജോലി, ഈ പരിപ്പിന്റെ പാക്കിങ്, അതിന് രാവിലെ 7 വരെ പാക്കിങ് വെക്കും. 7 കഴിഞ്ഞാൽ പിന്നെ കുളിച്ച് ഫ്രഷ് ആയിട്ട് സെയിൽസ് വണ്ടിയിൽ സെയിൽസിന് പോകും. ഡ്രൈവർ സെയിൽസിന് പോയിട്ട് തിരിച്ച് വൈകിട്ട് 4 മണിക്ക് എത്തി കഴിഞ്ഞാൽ വീണ്ടും പാക്കിങ്ങിന്. രാത്രി 11-12 മണി പാക്ക് ചെയ്യും. അങ്ങനെയാണ് ഇതിനുള്ള ഫണ്ട്. ഇതിന് ഏകദേശം ഒരു 12 ലക്ഷം രൂപ ചെലവ് വരും. 12 ലക്ഷം രൂപയോളം ചെലവാണ് ഈ യാത്രക്ക്. പക്ഷെ അത്ര ഇല്ലെങ്കിൽ അതിന്റെ ഒരു 70-80% പൈസ എന്റെ കയ്യിൽ യാത്രക്കായിട്ടുണ്ട്. ബാക്കി പിന്നെ ഇറങ്ങി തിരിച്ചാൽ ബാക്കിയൊക്കെ ഇതിലാണ്ട് വരും. പിന്നെ സോഷ്യൽ മീഡിയ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം നമുക്കുണ്ട്. വീഡിയോ ഒന്നും കിട്ടൂല. സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ഫേസ്ബുക്കിൽ കിട്ടും, യൂട്യൂബിൽ കിട്ടും. ഇത് മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞ പ്രക്രിയ ഒക്കെ ഉണ്ടായിക്കണം. അതൊന്നും ആയിട്ടില്ല. അതല്ല, അത് ഇവരാക്കി തരും. എന്താണ് ചാനലിന്റെ പേര്? വില്ലേജ് വൈബ്സ് ഇർഷാദ് എന്നാണ് ചാനലിന്റെ പേര്. ആക്കി കൊടുത്താളേ ആയിക്കോട്ടെ. അത് ആയിക്കോളൂ. അതിന്റെ കാര്യത്തിൽ പേടിച്ചിട്ടുണ്ടായി. നമ്മളെ കുട്ടികൾ ആയിക്കോളൂ, ചെക്കന്മാര് ചങ്കുകൾ ആയിക്കോളൂ. അല്ല എന്നിട്ട് ഇത് 1.5 വർഷം അതിൽ 6 മാസം കൊണ്ട് പിന്നെ ബാക്കി രാജ്യങ്ങൾ ഓരോ രാജ്യം 15 ദിവസം ഞങ്ങൾ കണക്കൂട്ടിയിട്ട് ബാക്കി രാജ്യങ്ങൾ. ഇതിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനം, ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ ഈ ഫസ്റ്റത്തെ ഒരു വർഷം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനം നമ്മൾ 3 സംസ്ഥാനം നമ്മൾ റിട്ടേൺ വരുന്ന സമയത്തേ ഉണ്ടാവുള്ളൂ. റിട്ടേൺ നമ്മൾ ഓസ്ട്രേലിയയിൽ നിന്ന് ഇതിപ്പോ ബൈ റോഡ് സിംഗപ്പൂർ വരെ ഇത് പോവുള്ളൂ. സിംഗപ്പൂരിൽ നിന്ന് ഇന്തോനേഷ്യക്ക് ഫെറിയിൽ കൊണ്ടുപോകണം. നമ്മളെ ജങ്കാർ ഉണ്ടല്ലോ. പിന്നെ ഇന്തോനേഷ്യയിൽ നിന്ന് ഓസ്ട്രേലിയക്ക് ഷിപ്പ് ചെയ്യണം. പിന്നെ ഓസ്ട്രേലിയയിൽ നിന്ന് നമ്മൾ തിരിച്ചിട്ട് ബൈക്ക് മുംബൈക്ക് ഷിപ്പ് ചെയ്തിട്ട് മുംബൈയിൽ പണ്ട് നമ്മളൊരു ചെങ്ങായി നടന്നു പോയില്ല, അതേമാതിരി അവിടെ പേപ്പർ ഇല്ല. ഇതിപ്പോ നിലവിൽ ഇപ്പൊ നമ്മൾ ഒരു പേപ്പർ റെഡി ആക്കിയിട്ടില്ല. ആളെ മനസ്സിലായി. ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അല്ല ഒരു ചെങ്ങായി ഉണ്ടല്ലോ പോയിട്ട് അവിടെ ടെറസിന്റെ മേലെ അങ്ങനെ ആവരുത്, അതിനുള്ള പേപ്പറൊക്കെ മുന്നേ റെഡി ആക്കി. ഇതിപ്പോ നമ്മൾ നിലവില് ഇപ്പൊ ഫസ്റ്റത്തെ ഒരു വർഷം ഇതിനെ വിദേശത്തേക്ക് കൊണ്ടുപോകണം. ഈ കാർനെറ്റ് സംഭവം വണ്ടിക്ക് വേണ്ടിയത്. പിന്നെ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസും. ഇത് രണ്ടും നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് എടുക്കാൻ പറ്റണ. അത് ഈ മുംബൈയിലാണ് ഇതിന്റെ ഓഫീസുള്ളത്, കാർനെറ്റിന്റെ. പിന്നെ തമിഴ്നാട്ടിൽ ഒന്നുണ്ട്. പക്ഷെ അതിന് ഇപ്പൊ എടുത്ത് വെച്ച 1 വർഷത്തെ വാലിഡിറ്റി അതിനുള്ളൂ. അത് ഞാൻ ഇപ്പൊ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് എക്സ്പയർ ആവും. ഈ 3 രാജ്യം കഴിയുമ്പോൾ അത് എക്സ്പയർ ആവും. ഒരു മിനിറ്റ്. പിന്നെ ഈ ഇലക്ഷൻകാരെ കൊണ്ട് ഇടങ്ങറായിക്കണ്. ഓരോ പാട്ടൊന്നും ഓഫ് ആയിക്കോട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കൂടി പ്രസംഗിക്കാം.
ഇലക്ഷൻ്റെ ടൈമിൽ എന്തിനാണോ അവർ പാട്ടിട്ടാണ് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്നത് എനിക്ക് ഇന്ന് വരെ മനസ്സിലായിട്ടില്ല. കാരണം ഇന്നൊക്കെ സോഷ്യൽ മീഡിയ വളർന്ന് അതിൽ കൂടെ ഒക്കെ കയറ്റിയാൽ മതി. ഇത് ആകെ ഇടങ്ങറാക്കേണ്ട പരിപാടിയാണ്. അത് പോട്ടെ. അപ്പോൾ നിങ്ങൾക്ക് സ്പോൺസർമാർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ നിലവിൽ ഞങ്ങൾ ആരാ എന്താണെന്ന് അറിയാത്ത നമ്മൾ തുടക്കക്കാരാണ്. എല്ലാവരും സ്റ്റാർട്ടിങ് തുടക്കത്തിൽ നമ്മളിത് സ്പോൺസർഷിപ്പ് ഉദ്ദേശിച്ചിട്ട് ആദ്യം നമ്മൾ ജോലി ചെയ്ത പൈസ സ്പോൺസർഷിപ്പ് കിട്ടിയ നമ്മളെ വണ്ടി ഓരോ പരസ്യം നമുക്ക് അതായത് നമുക്ക് എന്താ അറിയോ, ഇന്റർനാഷണൽ മാർക്കറ്റിങ്ങിന് പറ്റിയ സ്ഥാപനങ്ങൾ നമുക്ക് പരസ്യം അവർക്കൊരു ഇത് കിട്ടണമെങ്കിൽ അങ്ങനത്തെ സ്ഥാപനങ്ങൾ പരസ്യം നമ്മുടെ നാട്ടിലെ ചെറിയ ചെറിയ സ്ഥാപനം തന്നിട്ട് അവർക്ക് വലിയൊരു പരസ്യം അതുകൊണ്ടില്ല. സ്ഥാപനം അറിയപ്പെടുന്നല്ലാതെ പക്ഷെ നമ്മൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനം നമ്മൾ പോകുന്നുണ്ട്. കൂടാതെ ഇന്ത്യ കൂടാതെ 12 രാജ്യം പോകുന്നുണ്ട്. അപ്പൊ അവിടെയൊക്കെ മാർക്കറ്റിങ്ങിന് പറ്റിയ അതേ സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ പരസ്യം തന്നാൽ നമ്മൾ ഇത് നോക്കും. പക്ഷെ എന്നോട് പലരും പറഞ്ഞു എനിക്ക് സ്പോൺസർഷിപ്പ് കിട്ടും, ഞാൻ ഗൾഫിലുള്ള സമയത്ത് ഇങ്ങനെ ഒരു യാത്ര പോകണമെന്ന് പോസ്റ്റ് ഇട്ടപ്പോൾ. അപ്പൊ നമ്മളെന്താ പറഞ്ഞാൽ നമ്മളടുത്ത് കയ്യിലൊരു പൈസ വെച്ചിട്ട് ഇതിനെ ഇറങ്ങി തിരിക്കുക. മറ്റേ പൈസ നമ്മളൊരാളെ കയ്യിൽ പൈസ ഉണ്ടാണ് ഇതിനെ ഇറങ്ങി അത് കിട്ടിയില്ലെങ്കിൽ നമ്മളെ യാത്ര നടക്കുക. അതിനൊരു ഗുഡ് പോയിന്റ് ഉണ്ട്. അപ്പൊ നമ്മളെ കയ്യിൽ ഒരു ഭൗതികെങ്കിലും ആക്കാനുള്ള പൈസ കയ്യിലുണ്ടെങ്കിൽ ബാക്കിയൊക്കെ നടന്നു പോകും. അപ്പൊ അങ്ങനെ ഒരു രീതിയിലാണ് ഇതിനെ ഇറങ്ങിയിട്ടില്ല സ്പോൺസർഷിപ്പിന്. അല്ല, സ്പോൺസർഷിപ്പ് നമ്മളെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും സ്പോൺസർ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെ ചങ്കിനായിട്ട് ഒന്ന് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക. പിന്നെ ചോദിക്കാൻ വന്നു വെച്ചാൽ അപ്പോൾ ഈ ഒരു പിന്നെ യാത്രക്ക് ഒരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ, എന്താണ് നിങ്ങളുടെ ഒരു ലക്ഷ്യം? അല്ലെ സാധാരണ ഒരു യാത്രക്ക് ഒരു ലക്ഷ്യങ്ങൾ ഉണ്ടാവും, എന്താണ് ലക്ഷ്യം? നമ്മളൊരു തീമുണ്ട്, സേവ് എർത്ത് സേവ് ലൈഫ് എന്നുള്ള. ആ ഒരു തീമിൽ നമ്മൾ പോകണം. അതായത് നമ്മളൊരു ആഴ്ചയിലൊരു ദിവസം ഏതെങ്കിലും ഒരു പ്രദേശത്ത് എത്തിയിട്ട് ആ നാട്ടിൽ മലിനമായി കിടക്കുന്ന സ്ഥലങ്ങൾ ആ നാട്ടുകാരെ കൂട്ടിയിട്ട് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിട്ട് അത് ശുദ്ധീകരിക്കാൻ ശ്രമിക്കും. ഇനി അതിന് നമുക്ക് പറ്റാത്തൊരു സ്ഥലമാണെങ്കിൽ ആ നാട്ടിലെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് നിവേദനങ്ങൾ കൊടുത്തിട്ട് നമ്മൾ അവിടുന്ന് പോകുള്ളൂ. അതാണ് ഞങ്ങളൊരു തീം. വേറെ ഒരു നാട്ടിൽ നിന്ന് ഒരാൾ വന്നിട്ട് ഒരു പിന്നെ ചെയ്ത് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു വൃത്തിയാക്കുമ്പോൾ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവും. പിന്നെ അതുപോലെ നമ്മൾ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് കംപ്ലൈന്റ് കൊടുക്കുകയാണെന്ന് കാണുമ്പോൾ ആ നാട്ടുകാർക്ക് ഒരു ലജ്ജ ഉണ്ടാവുമല്ലോ, അത് നല്ലതാണ്, നല്ലൊരു തീരുമാനമാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് പരിപാടികൾ. പിന്നെ ഏതായാലും എന്നാണ് യാത്ര? ഏപ്രിൽ 28 വൈകിട്ട് 7 മണിക്ക് ഞങ്ങളെ നാടെ കുറുക്കോൾ അങ്ങാടിയിൽ വെച്ചിട്ടാണ് അതിന്റെ ഫ്ലാഗ് ഓഫ് നടക്കണേ. ഫ്ലാഗ് ഓഫ് അതിന്റെ പരിപാടിന്റെ ഉദ്ഘാടനം ചെയ്യാൻ നമ്മളെ കുഞ്ഞാലിക്കുട്ടി സാഹിബ വരുന്നത്. പിന്നെ മുഖ്യാതിഥി സമാധാനം ഉണ്ട്. പിന്നെ ഫ്ലാഗ് ഓഫ് നടത്തുന്നത് നമ്മളെ സ്പോർട്സ് മിനിസ്റ്റർ വി അബ്ദുറഹ്മാനാണ്. പിന്നെ കൂടാതെ നമ്മളെ MLA കുറുക്കോളി ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ കുറച്ച് രാഷ്ട്രീയ പ്രതികളുടെ ബന്ധപ്പെട്ട കുറച്ച് ആളുകളൊക്കെ വേറെയും വരുന്നുണ്ട്. പക്ഷെ അവർ പിന്നെ കുറച്ച് യൂട്യൂബേഴ്സ് വരാണ്ട്. പക്ഷെ അത് കൺഫേം ആയിട്ടില്ല. ചിലപ്പോൾ നമ്മളെ ബോബി ചെമ്മണ്ണൂർ വരാൻ സാധ്യതയുണ്ട്. അതൊന്നും കൺഫേമിലല്ല, സംസാരിച്ചിട്ടുണ്ട്. സമയത്ത് അനുസരിച്ചിട്ട് നമുക്ക് ചങ്കാണ് മൂപ്പര് വിളിച്ചാൽ വരായിരിക്കൂല, ഒഴിവുണ്ടെങ്കിൽ മൂപ്പര് വരും. അതുമാതിരി അരുൺ സ്മോക്കി അങ്ങനെ അരുൺ സ്മോക്കി ഇന്നിപ്പോ ഞങ്ങൾ അരുൺ സ്മോക്കി ഇത് പോകണ്ട, ഞങ്ങളവിടെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടാവും അരുൺ സ്മോക്കി തൃശ്ശൂർക്ക്. അപ്പൊ ഇത് കഴിഞ്ഞ് ഞങ്ങളിപ്പോ ഇവിടെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ വീട്ടിൽ പോയിട്ട് വരികയാണ്. ഇനി ഇവിടെ ഞങ്ങൾ നേരെ വീട്ടിൽ പോയി ഒന്ന് കുളിച്ച് ഫ്രഷ് ആകാൻ തൃശ്ശൂർ പോകാൻ വേണ്ടി നിൽക്കുന്നു. ഓക്കെ. അപ്പോൾ ഏതായാലും നിങ്ങളെ വിലപ്പെട്ട സമയം നമ്മൾ നഷ്ടപ്പെടുത്തുന്നില്ല. ഒരുപാട് സന്തോഷം, കാണാൻ പറ്റില്ല. ഞാൻ വീഡിയോസ് കണ്ടിരുന്നു, മറ്റേ മീനിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ കാണുന്നുണ്ട്. ഒരുപാട് സന്തോഷം. അപ്പോൾ ചങ്ക, അപ്പോൾ ഓക്കെ, താങ്ക് യു ബ്രോ.